ജൂൺ തുടക്കം മുതൽ ഇന്ത്യൻ ഓഹരി വിപണി ശക്തമായ കുതിപ്പിന്റെ പാതയിലാണ്. ജൂൺ മുതൽ ഇതുവരെയുള്ള കാലയളവിൽ NSE-യുടെ നിഫ്റ്റി സൂചിക 10% നേട്ടം രേഖപ്പെടുത്തി. ഇതോടെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെക്കുറിച്ചുള്ള ആകാംക്ഷയും ഉയരുകയാണ്. ബജറ്റിന് മുൻപേ മികച്ച നേട്ടം വിപണി കരസ്ഥമാക്കി കഴിഞ്ഞതിനാൽ ബജറ്റ് കഴിയുമ്പോൾ വിപണി എങ്ങനെ പ്രതികരിക്കുമെന്നും ഏവരും ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ 30 വർഷത്തെ ബജറ്റ് സീസണിലെ വിപണിയുടെ പ്രകടനം നൽകുന്ന സൂചന എന്താണെന്ന് നോക്കാം. ഹൈലൈറ്റ്സ്. ജൂണിന് ശേഷം വിപണിയിൽ വൻ കുതിപ്പ്. ജൂലൈ 23-ലെ കേന്ദ്ര ബജറ്റ് ഉറ്റുനോക്കുന്നു. മുൻ ബജറ്റ് സീസണുകൾ നൽകുന്ന സൂചന. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ശക്തമായ മുന്നേറ്റം പ്രകടമാണ്. ജൂൺ മാസം ആരംഭിച്ചതിനു ശേഷമുള്ള 28 വ്യാപാര ദിനങ്ങളിൽ NSE-യുടെ അടിസ്ഥാന ഓഹരി സൂചികയായ നിഫ്റ്റി 50 15 തവണയാണ് റെക്കോർഡ് ഉയർന്ന നിലവാരത്തിൽ ക്ലോസ് ചെയ്തത്. ഇതിനിടെ 16 തവണ നിഫ്റ്റിയിൽ പുതിയ സർവകാല റെക്കോർഡ് ഉയർന്ന നിലവാരവും തിരുത്തിക്കുറിച്ചു. കഴിഞ്ഞ വ്യാപാര ദിനങ്ങളിൽ നിർണായകമായ 24,000 നിലവാരത്തിന് മുകളിലായാണ് നിഫ്റ്റി 50 സൂചിക വ്യാപാരം അവസാനിപ്പിച്ചിട്ടുള്ളത്. ജൂൺ മാസമാദ്യം മുതൽ 8.11% നേട്ടം നിഫ്റ്റി സൂചികയിൽ രേഖപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ മൂന്നാം തവണയും അധികാരം നിലനിർത്തിയതിലൂടെ ഭരണ നയങ്ങളിലെ സ്ഥിരത ഉറപ്പാക്കിയതും 2024 ശക്തമായ സാമ്പത്തിക വളർച്ച രാജ്യം കൈവരിക്കുമെന്ന നിഗമനങ്ങളുമാണ് വിപണിയെ മുന്നോട്ട് നയിക്കുന്നത്. അതേസമയം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ പൊതു ബജറ്റിനെ ആഭ്യന്തര വിപണി ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഈയൊരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ കേന്ദ്ര ബജറ്റിനോട് അനുബന്ധിച്ച് ഓഹരി വിപണിയുടെ പ്രകടനം രേഖപ്പെടുത്തിയത് എന്താണെന്നും ഇതിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ എന്താണെന്നും നോക്കാം. മുൻ വർഷത്തെ ചരിത്രം പറയുന്നതെന്ത്? BSEയുടെ മുഖ്യ ഓഹരി സൂചികയായ സെൻസെക്സ് കഴിഞ്ഞ 30 വർഷത്തിനിടെ പൊതു ബജറ്റുകളുടെ മുൻപും ശേഷവുമുള്ള ഒരു മാസക്കാലയളവിൽ ഒരുപോലെ നേട്ടം സമ്മാനിച്ചിട്ടുള്ളത് കേവലം 2 തവണയാകുന്നു. 2006-2017 വർഷങ്ങളിൽ മാത്രമാണ് കേന്ദ്ര ബജറ്റിന് മുൻപും ശേഷവുമുള്ള ഒരു മാസക്കാലയളവിൽ സെൻസെക്സ് സൂചിക നേട്ടം ആവർത്തിച്ചിട്ടുള്ളത്. അതേസമയം 30 വർഷത്തിനിടെ ബജറ്റ് അവതരണത്തിന് ശേഷമുള്ള ഒരു മാസക്കാലയളവിലെ സെൻസെക്സ് സൂചികയുടെ പ്രകടന ചരിത്രം നോക്കിയാൽ 3-ൽ 2 തവണയും നഷ്ടം രേഖപ്പെടുത്തിയതായി കാണാം. ബജറ്റിന് മുൻപുള്ള ഒരു മാസക്കാലയളവിൽ നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ള വർഷങ്ങളിൽ ബജറ്റിന് ശേഷം നഷ്ടം കുറിച്ചതിന്റെ സാധ്യത 80%-ആണെന്നും സൂചിപ്പിക്കുന്നു. ഓഹരി വിപണിയുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ചരിത്രം നൽകുന്ന സൂചന പരിഗണിച്ചാൽ ജൂലൈ 23-ന് അവതരിപ്പിക്കുന്ന ബജറ്റിന് ശേഷം വിപണിയിൽ മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ്. കാരണം ബജറ്റിൽ ഉൾപ്പെടാവുന്ന പോസിറ്റീവ് പ്രഖ്യാപനങ്ങളെ വിപണി ഇതിനകം ഉൾക്കൊണ്ടിട്ടുള്ളതിനാലും ഇതിന്റെ പ്രതിഫലനമെന്നോണം ബജറ്റിന് മുന്നോടിയായി വിപണിയിൽ മുന്നേറ്റം ദൃശ്യമായ പശ്ചാത്തലത്തിലും. അതേസമയം ബജറ്റിനോട് അനുബന്ധിച്ചുള്ള ചാഞ്ചാട്ടം മറികടക്കുന്നതിനായി വിവിധ അസറ്റുകളിലേക്കുള്ള വൈവിധ്യവത്കരണം, ഇൻഡെക്സ് പുട്ട് ഓപ്ഷൻസ്, സെക്ടർ കേന്ദ്രീകരിച്ചുള്ള ഹെഡ്ജിംഗ്, സെക്ടർ വൈവിധ്യവത്കരണം, ഘട്ടം ഘട്ടമായുള്ള നിക്ഷേപം എന്നിങ്ങനെയുള്ള സമീപനം നിക്ഷേപകർക്ക് സ്വീകരിക്കാവുന്നതാണ്. കൺക്ലൂഷൻ. ബജറ്റിന് മുമ്പുള്ള 30 ദിവസത്തിനുള്ളിൽ വിപണി ഉയർന്നുവെങ്കിൽ അത്തരമൊരു തകർച്ചയുടെ സാധ്യത 80% ആയി ഉയരും. മുൻവർഷങ്ങളിൽ 2 തവണ മാത്രമാണ് ഇന്ത്യൻ ഓഹരി വിപണി ബജറ്റിന് മുമ്പും ശേഷവും ഉയർന്നത്. ബജറ്റിന് ശേഷമുള്ള വർധനവ് പ്രതീക്ഷിച്ച് ബജറ്റിൽ നിന്ന് പ്രയോജനം ലഭിക്കുന്ന മേഖലകളിലെ ഓഹരികൾ വാങ്ങുന്നത് നല്ലതാണ്. വർദ്ധിച്ച ചാഞ്ചാട്ടം ഹ്രസ്വകാല ഓപ്ഷൻ വ്യാപാരികൾക്ക് അവസരങ്ങൾ പ്രദാനം ചെയ്യും. Thank you.